എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. സെന്റൻസ് മേക്കിംഗ് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതാണ് ഇന്ന് നോക്കുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചാൽ പോരെ എന്ന്. ആക്ച്വലി നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ഫ്യൂച്ചർ ടെൻസിനേക്കാൾ അധികം നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസസ് ആണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെന്റൻസസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ലെസൺ മുഴുവൻ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കണം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന സെന്റൻസസിനെ ഇംഗ്ലീഷിലേക്ക് കറക്റ്റായ ടെൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. നാളെയാണ് പോകുന്നത്, പക്ഷേ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഓൾറെഡി ഉണ്ട്. ഇപ്പോഴേ ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പ്രിപ്പറേഷൻസും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും നമ്മളത് ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ച് നമ്മളതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ നോർമലി ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചർ അല്ല, മറിച്ച് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണ് സബ്ജക്റ്റ് ഐ. ദുബായിലേക്ക് പോവുകയാണ്. നമുക്ക് പോവുക എന്നതിന് ഗോ എന്ന വെർബും യൂസ് ചെയ്യാം, ലീവ് എന്ന വെർബ് ഉപയോഗിക്കാം. നമ്മളിവിടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു എന്ന പ്രിപ്പോസിഷനാണ്. ലീവ് എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഫോർ എന്ന പ്രിപ്പോസിഷനാണ്. നമ്മൾ പൊതുവെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിയുടെയോ താമസത്തിൻ്റെയോ ഒക്കെ കാര്യമായി മാറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെർബ് ഗോ അല്ല, ലീവ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? I am leaving for Dubai tomorrow. I am leaving for Dubai tomorrow. I will leave അല്ല, സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തീരുമാനം നേരത്തെ ഉണ്ടെങ്കിൽ, എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ഉപയോഗിക്കുക. I am leaving for Dubai tomorrow. I am leaving to അല്ല, leaving for ആണ്. ഗോ എന്ന വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ to ആണ് അവിടെ ഉപയോഗിക്കുക. I am going to Dubai tomorrow. എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്, കിട്ടിയിരിക്കുന്നു. ഐ ഹാവ് ഗോട്ട് മൈ വിസ. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് ഗോട്ട് മൈ വിസ. എനിക്ക് വിസ കിട്ടിയത് കൊണ്ട് ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ബി പ്ലസ് ഐ എൻ ജി ആണ്. ബി എന്ന് പറയുമ്പോൾ അത് ഈസ് ആവാം, ആം ആവാം, ആർ ആവാം. നമ്മൾ സബ്ജക്റ്റിനനുസരിച്ചാണ് അതിൽ ഏത് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുക. ഐയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആം ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഐ ആം ലീവിംഗ് ഫോർ ദുബായ് ടുമോറോ. ഐ ഹാവ് ഗോട്ട് മൈ വിസ. എനിക്ക് എൻ്റെ വിസ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉള്ളത് കാരണമാണ് നമ്മളോട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. രാവിലത്തെ ഫ്ലൈറ്റിനാണ് അവൾ വരുന്നത്. ഇതും ഒരു പേഴ്സണൽ അറേഞ്ച്മെൻ്റ് ആണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. സബ്ജക്റ്റ് അവളാണ്, ഷീ ആണ് സബ്ജക്റ്റ്. രാവിലത്തെ ഫ്ലൈറ്റിനാണ് അവൾ വരുന്നത്. ഷീ ഈസ് അറൈവിംഗ് ബൈ ദ മോർണിംഗ് ഫ്ലൈറ്റ്. ഷീ ഈസ് അറൈവിംഗ് ബൈ ദ മോർണിംഗ് ഫ്ലൈറ്റ്. ഷീ ഈസ് കമ്മിങ് എന്നും പറയാം. ഷീ ഈസ് കമ്മിങ് ബൈ ദ മോർണിംഗ് ഫ്ലൈറ്റ് എന്നും നമുക്ക് പറയാവുന്നതാണ്. രാവിലത്തെ ഫ്ലൈറ്റിന് എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മൾ നോർമലി ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, മറിച്ച് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഷീ വിൽ അറൈവ് ബൈ ദ മോർണിംഗ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതിലും നാച്ചുറൽ ആണ് ഷീ ഈസ് അറൈവിംഗ് ബൈ ദ മോർണിംഗ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ തിങ്കളാഴ്ച ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ട്. ഇതും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇപ്പോഴേ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഓൾറെഡി അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക, സിമ്പിൾ ഫ്യൂച്ചർ അല്ല. ഞാൻ തിങ്കളാഴ്ച ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ട്. ഡെന്റിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഡോക്ടറെ കാണുക, അതിനെല്ലാം നമ്മൾ ഇംഗ്ലീഷിലും ഉപയോഗിക്കുന്ന വെർബ് സീ തന്നെയാണ്. ഐ എം സീയിങ് ദ ഡെന്റിസ്റ്റ് ഓൺ മൺഡേ. ഐ എം സീയിങ് ദ ഡെന്റിസ്റ്റ് ഓൺ മൺഡേ. സി എന്നതിന് പകരം നമുക്കിവിടെ വേണമെങ്കിൽ കൺസൾട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. നോർമലി നമ്മൾ മലയാളത്തിലും കാണുന്നുണ്ട് എന്ന് തന്നെയല്ലേ പറയാം. അതിനെക്കുറിച്ച് പറയാൻ ഇംഗ്ലീഷിലും സി എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. ഐ എം സീയിങ് ദ ഡെന്റിസ്റ്റ് ഓൺ മൺഡേ. ഞാൻ തിങ്കളാഴ്ച ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ അല്ല. ഐ വിൽ സീ എന്ന് പറയുന്നതിലും നല്ലതാണ്, കൂടുതൽ നാച്ചുറൽ ആണ് ഐ ആം സീയിങ് എന്ന് പറയുന്നത്. അവർ ജൂലൈയിൽ വിവാഹിതരാവുകയാണ്. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഗെറ്റ് മാരീഡ് എന്നതാണ്. ദേ ആർ മാരിയിങ് എന്ന് നമ്മൾ പറയില്ല, അതിന് പകരം നമ്മൾ പറയുക ദേ ആർ ഗെറ്റിംഗ് മാരീഡ് എന്നാണ്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്.
ദേ വിൽ ഗെറ്റ് മാരീഡ് എന്നല്ല പറയുന്നത്, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് എന്നാണ്. ദേ ആർ ഗെറ്റിംഗ് മാരീഡ് ഇൻ ജൂലൈ. അവർ ജൂലൈയിൽ വിവാഹിതരാവുകയാണ്. സബ്ജക്റ്റ് ദേ ആയത് കാരണമാണ് നമ്മളിവിടെ ആർ ഉപയോഗിച്ചത്. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഈ പ്രസന്റ് കണ്ടിന്യൂസിന് പകരം നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. ദേ ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ഇൻ ജൂലൈ. അങ്ങനെയും നമുക്കിത് പറയാവുന്നതാണ്. ദേ ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ഇൻ ജൂലൈ. പ്രസന്റ് കണ്ടിന്യൂസും ഗോയിങ് ടുവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആ അറേഞ്ച്മെന്റിന്റെ മുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ആവശ്യമായ അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോക്കസ്. മറിച്ച് ഗോയിങ് ടു നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഉദ്ദേശമാണ്. ദേ ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ഇൻ ജൂലൈ എന്ന് പറയുമ്പോൾ അവർ ജൂലൈയിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഇന്റൻഷന് മുകളിലാണ് ഗോയിങ് ടു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും നമുക്കിങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസിന് പകരം ഗോയിങ് ടു ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് സാധ്യമാവുന്നത്. നമുക്ക് വരുന്ന എക്സാമ്പിൾസിൽ അത് കൂടുതൽ നോക്കാം. ഇന്ന് വൈകുന്നേരം നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ചോദ്യമാണിത്. ഇന്ന് വൈകുന്നേരം, ദിസ് ഈവനിങ്, നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്? വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്? വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം, ദിസ് ഈവനിങ്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ച് സിമ്പിൾ ഫ്യൂച്ചർ അല്ല. വാട്ട് വിൽ യു ഡു എന്നല്ല ചോദിക്കുന്നത്, വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ഗോയിങ് ടു ഉപയോഗിച്ചും പറയാം. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് ഈവനിങ് അങ്ങനെയും ചോദിക്കാവുന്നതാണ്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് ഈവനിങ്? ഇന്ന് വൈകുന്നേരം നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് ഈവനിങ്? പ്രസന്റ് കണ്ടിന്യൂസും ഗോയിങ് ടുവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ബിക്ക് ശേഷം ING ഫോം ആണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഈസ് പ്ലസ് ING അല്ലെങ്കിൽ ആം പ്ലസ് ING, ആർ പ്ലസ് ING, അതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം. ഗോയിങ് ടു ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ബിക്ക് ശേഷം ഗോയിങ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്, ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് ഈവനിങ് അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്? ഇന്ന് വൈകുന്നേരം നീ എന്താണ് ചെയ്യുന്നത്? 3:30 എൻ്റെ ട്രെയിൻ വരുന്നത്. ഇത് പേഴ്സണൽ ആയ ഒരു അറേഞ്ച്മെന്റ് അല്ല, മറിച്ച് ഒരു ഒഫീഷ്യൽ ടൈം ടേബിളിന്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ട്രെയിൻ വരുന്നത്, ട്രെയിൻ പോകുന്നത്, ഇതൊന്നും നമ്മളുടെ ഒരു ഇഷ്ടത്തിനോ സൗകര്യത്തിനോ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെ ഒഫീഷ്യലായ ഒരു ടൈം ടേബിളിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, മറിച്ച് സിമ്പിൾ പ്രസന്റ് ആണ്. ഇതും നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ അല്ല, സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. 3:30 എൻ്റെ ട്രെയിൻ വരുന്നത്. മൈ ട്രെയിൻ അറൈവ്സ് അറ്റ് 3:30. മൈ ട്രെയിൻ അറൈവ്സ് അറ്റ് 3:30. ഇവിടെ നമ്മൾ ഈസ് അറൈവിങ് എന്നോ വിൽ അറൈവ് എന്നോ അല്ല പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ ഫ്യൂച്ചറും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. മൈ ട്രെയിൻ അറൈവ്സ് അറ്റ് 3:30. 5:30 ഫിലിം തുടങ്ങുന്നത്, സിനിമ തുടങ്ങുന്നത്. ഇതും ഒരു ടൈം ടേബിളിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. The film begins at 5:30. The film begins at 5:30. The film is beginning അല്ല, the film will begin അതും അല്ല നമ്മൾ പറയുന്നത്. The film begins at 5:30. 5:30 സിനിമ തുടങ്ങുന്നത്. ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? എത്ര മണി? What time? ട്രെയിൻ എപ്പോഴാണ് വരുന്നത്? What time does the train arrive? ഇവിടെയും നമ്മൾ ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ് ആണ്. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ക്വസ്റ്റിനും നെഗറ്റീവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റായ ട്രെയിൻ സിംഗുലർ നൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ ആ ഡസിനെ എടുത്ത് സബ്ജക്റ്റായ ട്രെയിനിന് മുന്നിൽ വെച്ചു. ഇതിന്റെ അഫർമേറ്റീവ് ഫോം എന്തായിരിക്കും? ദ ട്രെയിൻ അറൈവ്സ് അറ്റ്, സമയം എത്രയാണെന്ന് വെച്ചാൽ അത് 3:30 ആണെങ്കിൽ ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 3:30, അതാണ് ഇതിന്റെ അഫർമേറ്റീവ് ഫോം. അതിനെ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് നമ്മൾ അറൈവ്സ് എന്ന ആ ഒരു വെർബിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഡസ് അറൈവ് ആണ്. ആ ഡസിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കും, പിന്നെ അതിനുശേഷം സബ്ജക്റ്റിന് ശേഷം അറൈവ് വരും, പിന്നെ അതിൻ്റെ കൂടെ എസ് അല്ല, അതുകൂടി ശ്രദ്ധിക്കണം. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്? എത്ര മണിക്കാണ് ട്രെയിൻ വരുന്നത്? പിന്നെ അവിടെ അറൈവിൻ്റെ കൂടെ എസ് ഉപയോഗിക്കരുത്. ആ എസിന് പകരമായിട്ടാണ് നമ്മൾ സബ്ജക്റ്റിന് മുന്നിൽ ഡസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡസ് അറൈവ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അറൈവ്സ് എന്ന് തന്നെയാണ്. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്? ഡു, ഡസ്, ഡിഡ്, ഇതിന് ശേഷം എല്ലായ്പ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ കൂടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ നോർമലി വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. പക്ഷേ ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം ആ എസ് ആഡ് ചെയ്യരുത്.
ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കുക, എസ് ഇല്ലാത്ത ഫോം ഉപയോഗിക്കുക. ഇന്ന് ഡിന്നറിന് എന്താണ്? ഇതൊരു പേഴ്സണൽ ആയ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്ന് രാത്രി നമുക്ക് എന്താണ് കഴിക്കാനുള്ളത്, അതാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? എന്താണ് ഉള്ളത്? വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ ടുനൈറ്റ്? വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ? നമുക്ക് ഇന്ന് എന്താണ് ഡിന്നറിനുള്ളത്? വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ? ഇന്ന് റൈസ് ആണ്, അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? വി ആർ ഹാവിങ് റൈസ് ഫോർ ഡിന്നർ. അല്ലെങ്കിൽ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ വി ആർ ഹാവിങ് ചപ്പാത്തി ഫോർ ഡിന്നർ എന്ന് പറയും. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണിത്. വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ? ടുനൈറ്റ് എന്ന് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം, ഇന്ന് രാത്രി എന്ന അർത്ഥത്തിൽ. അതില്ലെങ്കിലും ഇന്നത്തെ കാര്യം തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നുണ്ടാവുക. വാട്ട് ആർ വി ഹാവിങ് ഫോർ ഡിന്നർ? ഇവിടെയും നമ്മൾ ഉപയോഗിച്ച പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചറോ സിമ്പിൾ പ്രസന്റോ അല്ല. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് വിത്ത് മീ? ഇത് ആ വ്യക്തിയുടെ പേഴ്സണലായ ഒരു ഡിസിഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. ആർ യു കമ്മിങ് വിത്ത് മീ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഡു യു കം വിത്ത് മീ എന്നല്ല നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ആർ യു കമ്മിങ് വിത്ത് മീ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എന്താണ് നീ തീരുമാനിച്ചിട്ടുള്ളത്? കൂടെ വരാൻ താല്പര്യമുണ്ടോ? കൂടെ വരുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ആർ യു കമ്മിങ് വിത്ത് മീ? ആകാശത്തേക്ക് നോക്ക്. ലുക്ക് അറ്റ് ദ സ്കൈ. എന്തിൻ്റെയെങ്കിലും ഒന്നിൻ്റെ മുകളിൽ നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലുക്കിൻ്റെ കൂടെ അറ്റ് എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കും. അവിടെ ആ ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ, സ്കൈ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ലുക്ക് എന്ന് മാത്രമേ പറയൂ. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അറ്റ് ഉപയോഗിക്കില്ല. ഒബ്ജക്റ്റിന് മുന്നിലാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ ലുക്ക് എന്ന് മാത്രം പറയുക. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ലുക്ക് അറ്റ് എന്ന് പറയാം. ലുക്ക് അറ്റ് ദ ബോർഡ്. ബോർഡിൽ നോക്കൂ. ലുക്ക് അറ്റ് മീ. എന്നെ നോക്കൂ. അവിടെ ആ ബോർഡ്, മീ അതുപോലുള്ള ഒബ്ജക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ലുക്ക് എന്ന് മാത്രം പറയാം. ഇവിടെ പറയുന്നത് ആകാശത്തേക്ക് നോക്കുക എന്നാണ്. ലുക്ക് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് നോക്കുക. മേഘങ്ങൾ കാണുന്നുണ്ട്, അതാണ് പറയുന്നത്. മഴ പെയ്യാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പറയാം? മഴ പെയ്യാൻ പോകുന്നു. ഇറ്റ് വിൽ റെയിൻ എന്ന് പറഞ്ഞാൽ മതിയോ? സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് കിട്ടുക. അതിനർത്ഥം എന്താ? ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പം മഴ പെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് പറയേണ്ടത് മഴ പെയ്യാൻ പോകുന്നു എന്നാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ മഴ പെയ്യാൻ പോകുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബി പ്ലസ് ഗോയിങ് ടു ആണ്. ബി എന്ന് പറയുമ്പോൾ അറിയാലോ, ഈസ്, ആം, ആർ, ഇതിലേതെങ്കിലും ഒന്നാണ് ബി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ ഗോയിങ് ടു തന്നെ വേണം ഉപയോഗിക്കാൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ പോരാ. ഗോയിങ് ടു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇൻറ്റൻഷനെ കുറിച്ച് പറയാം. നമ്മുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കാം. അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്കിത് രണ്ടും ഉപയോഗിക്കാം. മീനിങ്ങിൽ കാര്യമായ ഒരു വ്യത്യാസവും വരില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഗോയിങ് ടു തന്നെ ഉപയോഗിക്കണം. പലപ്പോഴും ഇതിങ്ങനെ വരുന്നത് ഔട്ട്സൈഡ് ആയ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടു, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അവിടെ നോർമലി യൂസ് ചെയ്യുക ഗോയിങ് ടു ആണ്. മേഘങ്ങളെ കണ്ടതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മഴ പെയ്യാൻ പോകുന്നുണ്ട് എന്ന്. ഔട്ട്സൈഡ് എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോയിങ് ടു ആണ്. ബി ഗോയിങ് ടു ആണ് യൂസ് ചെയ്യുന്നത്. ബി പ്ലസ് ING അല്ല യൂസ് ചെയ്യുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുക, മറിച്ച് ബി പ്ലസ് ഗോയിങ് ടു ആണ് ഉപയോഗിക്കുക. ജൂലിക്ക് ഓഗസ്റ്റിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഇതെങ്ങനെ പറയും? ഇതൊരു ഫ്യൂച്ചർ ഇവന്റ് തന്നെയാണ്. പക്ഷേ ഇവിടെയും തന്നെ ഒരു എക്സ്റ്റേണൽ എവിഡൻസ് ഉണ്ട്. നമുക്കറിയാം ജൂലി പ്രഗ്നന്റ് ആണ് എന്നറിയാം. അവര് ഓഗസ്റ്റിലാണ് അവർ പ്രസവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഗോയിങ് ടു ആണ്. ജൂലി ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി ഇൻ ഓഗസ്റ്റ്. ജൂലി ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി ഇൻ ഓഗസ്റ്റ്. ഇവിടെയൊന്നും സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്. ജൂലി വിൽ ഹാവ് എന്നൊന്നും ഇവിടെ പറയരുത്. ജൂലി ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി ഇൻ ഓഗസ്റ്റ്. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസും അത്ര അപ്രോപ്രിയേറ്റ് അല്ല. ഗോയിങ് ടു തന്നെ ഉപയോഗിക്കുക. ജൂലി ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റിൽ ജൂലിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. മലയാളത്തിൽ പറയുമ്പോഴും നമുക്കറിയാം, നമ്മളിവിടെ പോകുന്നു എന്നൊരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ ബി ഗോയിങ് ടു യൂസ് ചെയ്യാം. എനിക്ക് ഇനി ഇവിടെ തുടരാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട്. ഇവിടെ തുടരാൻ ടു സ്റ്റേ. ഇവിടെ ഹിയർ. എനി ലോങ്ങർ. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഹിയർ എനി ലോങ്ങർ. എനിക്ക് ഇനി ഇവിടെ തുടരാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഹിയർ എനി ലോങ്ങർ. ഞാൻ നാളെ പോവുകയാണ്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം.
ഞാൻ നാളെ പോവുകയാണ്. അത് ഇപ്പോഴേ ഞാൻ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഐ ആം ലീവിങ് ടുമോറോ. നമുക്ക് ഗോയിങ് ടുവും ഇവിടെ ഉപയോഗിക്കാം. ഐ ആം ഗോയിങ് ടു ലീവ് ടുമോറോ രണ്ടും പറയാം. ഐ എം ലീവിങ് ടുമോറോ എന്നും പറയാം, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ലീവ് ടുമോറോ എന്നും പറയാം. ഇവിടെ നമുക്ക് ബി ഗോയിങ് ടു ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഈ കാർപ്പറ്റ്സ് വൃത്തിയില്ല. ദീസ് കാർപ്പറ്റ്സ് ആർ ഡർട്ടി. എനിക്കറിയാം, ഐ നോ. ഞാൻ അവ കഴുകാൻ പോവുകയാണ്. ഇതെങ്ങനെ പറയും? ഞാൻ കഴുകാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ക്ലീൻ ദം. ഞാൻ അവ കഴുകാൻ പോവുകയാണ്. ഐ എം ക്ലീനിങ് ദം എന്നിവിടെ പറയരുത്. ഐ എം ക്ലീനിങ് ദം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഞാനിപ്പോൾ അവ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. ഇത്തരം സാഹചര്യങ്ങളിൽ ബി ഗോയിങ് ടു തന്നെ വേണം ഉപയോഗിക്കാൻ. പ്രസന്റ് കണ്ടിന്യൂസ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാൻ സാധിക്കുമോ? സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നിങ്ങളോട് ഒരാൾ പറയുകയാണ് കാർപ്പറ്റ്സ് വൃത്തിയില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്കത് പുതിയ ഇൻഫർമേഷൻ ആണ്, നിങ്ങളതിനു മുമ്പ് കണ്ടിട്ടില്ല എങ്കിൽ അവരത് പറഞ്ഞത് കേട്ടത് കൊണ്ട് നിങ്ങളത് ക്ലീൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ഓക്കെ ഐ വിൽ ക്ലീൻ ദം എന്ന് പറയാം. ഇത് വൃത്തിയില്ല എന്നാൽ ഞാൻ വൃത്തിയാക്കാം എന്ന അർത്ഥത്തിൽ. പക്ഷേ നമുക്കിവിടെ പറയേണ്ടത് എനിക്ക് അറിയാമെന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാം കഴുകാൻ പോവുക എന്നുള്ളത് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഡിസിഷൻ അല്ല, മറിച്ച് നമ്മളത് നേരത്തെ തന്നെ എടുത്തൊരു തീരുമാനമാണ്. കാർപ്പറ്റ്സ് വൃത്തിയില്ല, അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് കഴുകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ ബി ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. മറ്റേയാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അപ്പോൾ അതിന് മറുപടിയായി അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷനെ കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചറാണ്. പ്രസന്റ് കണ്ടിന്യൂസോ ഗോയിങ് ടു ഒന്നുമല്ല നമ്മൾ അപ്പോൾ അവിടെ യൂസ് ചെയ്യാം. ഡോർ ബെൽ അടിക്കുന്നു. ദർ ഈസ് ദ ഡോർ ബെൽ. ദ ഡോർ ബെൽ റിങ്സ് എന്നൊന്നും പറയണ്ട, ദർ ഈസ് ദ ഡോർ ബെൽ എന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ പോവാം, ഞാൻ പോയി നോക്കാം. ഇത് അപ്പം സംസാരിക്കുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് അല്ലേ? അപ്പം അതിനെക്കുറിച്ച് പറയാൻ നമ്മളോട് ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചറാണ്. ഓക്കെ ഐ വിൽ ഗോ. ഞാൻ പോയി നോക്കാം. ദർ ഈസ് ദ ഡോർ ബെൽ. ഡോർ ബെൽ അടിക്കുന്നുണ്ട്. ഐ വിൽ ഗോ. ഐ ആം ഗോയിങ് എന്നോ ഐ ആം ഗോയിങ് ടു ഗോ എന്നൊന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. ഐ വിൽ ഗോ. സംസാരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ തന്നെ ഉപയോഗിക്കുക. അതല്ലാതെ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക ബി ഗോയിങ് ടു ആണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഐ ആം ഹംഗ്രി. അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റേയാൾ പറയുന്നത് എന്നാൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാമെന്നാണ്. ഇത് നേരത്തെ തീരുമാനിച്ചൊരു കാര്യമല്ല. ഇത് വിശക്കുന്നുണ്ട് എന്നൊരാൾ പറയുമ്പോഴാണ് മറ്റേയാൾ ആ ഡിസിഷൻ എടുക്കുന്നത്, എന്തെങ്കിലും കൊണ്ടുതരാമെന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മളപ്പോൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഐ ആം ഹംഗ്രി. ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്. ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്. ഇവിടെ നമുക്ക് ഈ ഗെറ്റിന് പകരം ബ്രിങ് എന്ന് പറയാം, കൊണ്ടുവരാം എന്ന അർത്ഥത്തിൽ. ഐ വിൽ ബ്രിങ് യു സംതിങ് ടു ഈറ്റ് എന്നും പറയാവുന്നതാണ്. നോർമലി നമ്മൾ ഇൻഫോർമൽ സ്പീച്ചിൽ ഗെറ്റാണ് ഈ ഒരു മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതലായി യൂസ് ചെയ്യാറ്. ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്. ഇവിടെ ഗെറ്റിന് രണ്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. യു അതിൻ്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, പിന്നെ സംതിങ് ടു ഈറ്റ് എന്നതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സാഹചര്യങ്ങളിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം വരാം, അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരാം. ഇവിടെ നമുക്ക് ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെയും ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ മാറ്റണമെങ്കിൽ നമ്മൾ അതിനിടയിൽ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ടി വരും. നമുക്കിത് ഇങ്ങനെയും പറയാം. ഐ വിൽ ഗെറ്റ് സംതിങ് ഫോർ യു ടു ഈറ്റ്. ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് സംതിങ് ഫോർ യു ടു ഈറ്റ്. നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അങ്ങനെ സംതിങ് ആദ്യം വരുമ്പോൾ പിന്നെ നമ്മൾ യുവിന് മുന്നിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ യുവിന് മുന്നിൽ ഫോർ എന്നൊരു പ്രപ്പോസിഷൻ കൂടി ഉപയോഗിക്കും. അടുത്ത വർഷം ഈ സമയം ഞാൻ കാനഡയിലായിരിക്കും. അടുത്ത വർഷം ഫ്യൂച്ചറിലുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ച്, ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുക സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുക. നമ്മളിത് ഇങ്ങനെയാണ് പറയുക, അടുത്ത വർഷം ഈ സമയം. ദിസ് ടൈം നെക്സ്റ്റ് ഇയർ. ഞാൻ കാനഡയിലായിരിക്കും. ഐ വിൽ ബി ഇൻ കാനഡ. ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി ഇൻ കാനഡ. ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ ആം ഇൻ കാനഡ എന്ന് പറയരുത്. ഐ ആം ഇൻ കാനഡ എന്നത് സിമ്പിൾ പ്രസന്റ് ആണ്, അതല്ല നമ്മളിവിടെ ഉപയോഗിക്കുക. നമുക്കിത് നമ്മളൊരു സിറ്റുവേഷൻസിനെ കുറിച്ചെല്ലാം പറയാൻ വേണ്ടി നമുക്ക് കണ്ടിന്യൂസ് ടെൻസസ് ഉപയോഗിക്കാനും സാധിക്കില്ല. സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ടെൻസസ് യൂസ് ചെയ്യില്ല. അത് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഓൺഗോയിങ് ആയ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസസ് ഉപയോഗിക്കുക. ഞാൻ കാനഡയിലായിരിക്കും എന്നതൊരു സ്റ്റേറ്റ് ആണ്, ആക്ടിവിറ്റി അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത് പേഴ്സണൽ അറേഞ്ച്മെന്റ് ആണ്, പക്ഷെ നമുക്കത് പറയാൻ സാധിക്കില്ല. ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി ഇൻ കാനഡ. ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ കാനഡയിലായിരിക്കും. അവൾ വരും.
ഇതൊരു സിമ്പിൾ പ്രഡിക്ഷൻ ആണ്. അവൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല. നമുക്ക് തോന്നുന്നത് അവൾ വരുമെന്നാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചറാണ്. ഷി വിൽ കം. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഊഹം പറയുകയാണ്. അതിനെക്കുറിച്ച് ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കും, നമുക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങനെ സംഭവിക്കും എന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം പറയാൻ എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചർ തന്നെ ഉപയോഗിക്കാം. അത് മറ്റാരെങ്കിലും അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ടോ, അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. നമുക്ക് തോന്നുന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായി എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചർ തന്നെ ഉപയോഗിക്കും. ഷി വിൽ കം. അവൾ വരും. ഞാൻ പോവില്ല. ഇതെൻ്റെ ഒരു തീരുമാനമാണ്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ എടുത്തൊരു തീരുമാനമാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചർ തന്നെയാണ്. ഐ വോണ്ട് ഗോ. ഞാൻ പോവില്ല. പക്ഷേ നേരത്തെ തന്നെയുള്ള ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് ഐ എം നോട്ട് ഗോയിങ് എന്നും പറയാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഐ വോണ്ട് ഗോ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു റിഫ്യൂസലാണ്. ഞാൻ പോവില്ല, എന്തായാലും ഞാൻ പോവില്ല എന്നൊരു മീനിങ്ങിലാണ് നമ്മളിവിടെ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഐ എം നോട്ട് ഗോയിങ് എന്ന് പറയുമ്പോഴോ അപ്പം ഞാൻ പോകാൻ അങ്ങനെ ഒരു തീരുമാനം എനിക്കില്ല എന്നൊരർത്ഥമാണ് അതിന്. ഞാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നില്ല എന്നൊരു മീനിങ് വരും. ഞാൻ പോവില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഐ വോണ്ട് ഗോ എന്ന് തന്നെ പറയാം. സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. ഒരു കാര്യം ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്നെല്ലാം പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുക സിമ്പിൾ ഫ്യൂച്ചറാണ്. ഐ വിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കും. ഐ വോണ്ട് ഹെൽപ്പ് എന്ന് പറയുമ്പോഴോ ഞാൻ സഹായിക്കില്ല. ചെയ്യില്ല എന്ന് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ വേണം ഉപയോഗിക്കാൻ. ഐ വോണ്ട് ഗോ. ഞാൻ പോവില്ല. അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ എൻ്റെ പരീക്ഷ എഴുതുകയായിരിക്കും. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അടുത്ത ആഴ്ച ഈ സമയത്ത്, ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, ഞാൻ എൻ്റെ പരീക്ഷ എഴുതുകയായിരിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം എന്താ? വിൽ ബി പ്ലസ് ING ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം. സബ്ജക്റ്റ് എന്ത് തന്നെയായാലും നമ്മൾ നോർമലി ഇപ്പോൾ വിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ അല്ലെങ്കിൽ വി ആവുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷോളും ഉപയോഗിക്കാം വില്ലിന് പകരം. പക്ഷെ നോർമലി ഈ യൂസ് വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഏത് പ്രൊനൗൺസിന്റെ കൂടെയും സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ തന്നെയാണ്. ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി റൈറ്റിംഗ് മൈ എക്സാം. ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി റൈറ്റിംഗ് മൈ എക്സാം. ഇവിടെയൊന്നും പ്രസന്റ് കണ്ടിന്യൂസ് അത്ര അപ്രോപ്രിയേറ്റ് അല്ല. ഫ്യൂച്ചറിലൊരു കാര്യം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഞാൻ 6:30 പോകും. നമുക്കിവിടെ വേണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉപയോഗിക്കാം. ഐ എം ലീവിങ് അറ്റ് 6:30 എന്ന് പറയാം. ഇതൊരു പേഴ്സണൽ അറേഞ്ച്മെന്റ് ആണ് എന്ന അർത്ഥത്തിൽ. നമുക്ക് ഐ വിൽ ബി ലീവിങ് അറ്റ് 6:30 എന്നും പറയാവുന്നതാണ്. ഐ വിൽ ബി ലീവിങ് അറ്റ് 6:30. ഇവിടെ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉപയോഗിക്കാവുന്നതാണ്, പ്രസന്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാവുന്നതാണ്. മീനിങ്ങിൽ കാര്യമായ ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഐ എം ലീവിങ് അറ്റ് 6:30 അല്ലെങ്കിൽ ഐ വിൽ ബി ലീവിങ് അറ്റ് 6:30. നാളെ നീ എത്ര മണിക്കാണ് പോകുന്നത്? നമുക്കിവിടെ പ്രസന്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉപയോഗിക്കാം. നാളെ നീ എത്ര മണിക്കാണ് പോകുന്നത്? എത്ര മണി? വാട്ട് ടൈം? എപ്പോഴാണ് പോകുന്നത്? വാട്ട് ടൈം ആർ യു ലീവിങ് ടുമോറോ അല്ലെങ്കിൽ വാട്ട് ടൈം വിൽ യു ബി ലീവിങ് ടുമോറോ? രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് മറ്റൊരു യൂസ് കൂടിയുണ്ട്. അത് ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് അതിൻ്റെ ആ തുടർച്ചയെ ഒന്നും നോർമലി സൂചിപ്പിക്കുന്നില്ല, മറിച്ച് ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊരർത്ഥത്തിലാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഐ എം സീയിങ് യുവർ ഫാദർ ടുമോറോ എന്ന് പറയുമ്പോൾ ഞാൻ നാളെ നിന്റെ അച്ഛനെ കാണുന്നുണ്ട്, അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ് എന്നൊന്നും അതിനർത്ഥമില്ല. ഇത് തന്നെ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ചും പറയാം. ഐ വിൽ ബി സീയിങ് യുവർ ഫാദർ ടുമോറോ എന്ന് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഐ വിൽ ബി റൈറ്റിംഗ് മൈ എക്സാം ടുമോറോ എന്ന് പറയുമ്പോഴോ, ഐ വിൽ ബി റൈറ്റിംഗ് മൈ എക്സാം അറ്റ് ദിസ് ടൈം ടുമോറോ എന്ന് പറയുമ്പോൾ അവിടെ ആ സമയത്ത്, ഇന്നത്തെ ഈ സമയത്ത് നാളെ ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റി ആയിരിക്കും എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ നോർമലി പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കില്ല. ആ ഒരു കണ്ടിന്യൂറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും, ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് നോർമലി പ്രസന്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉപയോഗിക്കാം. ഇപ്പോൾ അവരെ വിളിക്കേണ്ട. ഡോണ്ട് കോൾ ദം നൗ. അവർ ഭക്ഷണം കഴിക്കുകയായിരിക്കും. നമ്മൾ ഒരു കാര്യം ഇപ്പം നടക്കുന്ന കാര്യമായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ഊഹിച്ചു പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഇത് പ്രസന്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും തമ്മിലൊരു ഡിഫറൻസ് ആണ്. അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ദേ വിൽ ബി ഹാവിങ് ഡിന്നർ. ദേ ആർ ഹാവിങ് ഡിന്നർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ?
ദേ ആർ ഹാവിങ് ഡിന്നർ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നാണ് അർത്ഥം. അത് നമുക്ക് അറിയാം എന്നർത്ഥം. നമ്മളിവിടെ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഇപ്പോൾ ഫോൺ ചെയ്യേണ്ട, അവർ ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്ന്. നമ്മൾ ഇങ്ങനെ ഇപ്പം നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് മാറിപ്പോകും. ദേ വിൽ ബി ഹാവിങ് ഡിന്നർ, ഇത് നമ്മുടെ ഊഹമാണ്. അവരിപ്പോൾ അതാണോ ചെയ്യുന്നത് നമുക്കറിയില്ല. രാത്രി 8 മണിയോ 8:30 മണിയോ ഒക്കെ ആയിരിക്കാം സമയം. അതുകൊണ്ട് നമ്മൾ ഊഹിക്കുകയാണ് അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്ന്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം വിൽ ബി പ്ലസ് ing ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം ബി പ്ലസ് ing ആണ്. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഒരു വിൽ കൂടി നമ്മൾ അധികം ഉപയോഗിക്കുന്നുണ്ട്. നാളെ ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഐ വോണ്ട് ബി ഹിയർ അറ്റ് ദിസ് ടൈം ടുമോറോ. അവിടെ നിർബന്ധമില്ല, ദിസ് ടൈം എന്ന് പറഞ്ഞാലും മതി. ഐ വോണ്ട് ബി ഹിയർ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതെല്ലാം പേഴ്സണൽ ഡിസിഷൻസ് തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ്സിനെ കുറിച്ച്, ഫ്യൂച്ചർ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭാവിയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ തന്നെ ഉപയോഗിക്കുക. ഐ വോണ്ട് ബി ഹിയർ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ അപ്പോഴേക്കും പോയിട്ടുണ്ടാവും. ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടാവും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ ഫോം വിൽ ഹാവ് പ്ലസ് V3 ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. വില്ലിന് ശേഷം ഏത് ഓക്സിലറിക്ക് ശേഷവും നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. പിന്നെ ഹാസ്, ഹാഡ് അതൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. വിൽ ഹാവ് പ്ലസ് V3 ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം. ഞാൻ അപ്പോഴേക്കും പോയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദെൻ. ഐ വിൽ ഹാവ് ഓൾറെഡി ലെഫ്റ്റ്. ഞാൻ പോയിട്ടുണ്ടാവും, അപ്പോഴേക്കും പോയിട്ടുണ്ടായിരിക്കും. ഐ വിൽ ഹാവ് ഓൾറെഡി ലെഫ്റ്റ് അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദെൻ. ഓൾറെഡിക്ക് പകരം നമുക്ക് ബൈ ദെൻ, അപ്പോഴേക്കും എന്ന അർത്ഥത്തിൽ ബൈ ദെൻ എന്നും പറയാവുന്നതാണ്. ഇങ്ങനെ ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടാവും എന്ന് പറയുന്നതിന് വേണ്ടി ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുക. ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. പലപ്പോഴും നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത ആഴ്ചയോടെ അവർ ആ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ് ബൈ നെക്സ്റ്റ് വീക്ക്. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ് ബൈ നെക്സ്റ്റ് വീക്ക്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. വിൽ ഹാവ് പ്ലസ് V3 അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ് ബൈ നെക്സ്റ്റ് വീക്ക്. ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടാവും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയണമെന്ന് കരുതാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ മെയിൻ ക്ലോസിൽ മാത്രമാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. അതിൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡിന്നർ റെഡി ആവുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു. ഡിന്നർ റെഡി ആവുമ്പോൾ, ഡിന്നർ വിൽ ബി റെഡി. ഡിന്നർ റെഡി ആവുമ്പോൾ, വെൻ ഡിന്നർ വിൽ ബി റെഡി. പക്ഷെ നമ്മളത് അങ്ങനെയല്ല പറയുക, നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഐ വിൽ കോൾ യു വെൻ ഡിന്നർ ഈസ് റെഡി. ഡിന്നർ വിൽ ബി റെഡി എന്ന് പറയരുത്, ഡിന്നർ ഈസ് റെഡി. ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചത് മെയിൻ ക്ലോസിലാണ്. ഐ വിൽ കോൾ യു അതാണ് മെയിൻ ക്ലോസ്. ഡിന്നർ ഈസ് റെഡി എന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് വെൻ. ഏതെങ്കിലും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ വെൻ, ആഫ്റ്റർ, ബിഫോർ, ഈഫ്, വെദർ, അൺലെസ്, ബിക്കോസ്, ആസ്, സിൻസ്, ഇതെല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഇത്തരം കൺജങ്ഷൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസിനാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് പറയുന്നത്. രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ മെയിൻ ക്ലോസിൽ മാത്രം ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക, സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. ഐ വിൽ കോൾ യു വെൻ ഡിന്നർ ഈസ് റെഡി. ഭക്ഷണം തയ്യാറാവുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. നീ ക്ഷണിച്ചാൽ അവൾ വരും. ഇതുപോലെ തന്നെ ഈഫ് ക്ലോസസിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെയും നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമാണ് ഫ്യൂച്ചർ ഉപയോഗിക്കുക. ഈഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് റിയലും പോസിബിളുമായ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഷി വിൽ കം ഇഫ് യു ഇൻവൈറ്റ് ഹെർ. ഷി വിൽ കം, അത് മെയിൻ ക്ലോസ്, അവൾ വരും. ഇഫ് യു ഇൻവൈറ്റ് ഹെർ, നീ അവളെ ക്ഷണിച്ചാൽ അവൾ വരും. രണ്ടും നടക്കേണ്ട കാര്യങ്ങളാണ്, നടന്നിട്ടില്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നീ ക്ഷണിക്കുകയാണെങ്കിൽ അവൾ വരും. ഇവിടെ നമ്മൾ ആ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷി വിൽ കം ഇഫ് യു വിൽ ഇൻവൈറ്റ് ഹെർ എന്ന് പറയരുത്. ഷി വിൽ കം ഇഫ് യു ഇൻവൈറ്റ് ഹെർ. നീ ക്ഷണിക്കുകയാണെങ്കിൽ അവൾ വരും.
ഇഫ് യു ഇൻവൈറ്റ് ഹെർ. ഇത് ടൈപ്പ് 1 കണ്ടീഷണലാണ്. നമ്മൾ കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ചെല്ലാം നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കണ്ടു നോക്കൂ. അവൾ വന്നാലുടൻ നിന്റെ സന്ദേശം ഞാൻ അവൾക്ക് നൽകാം. രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. രണ്ടും ഇതുവരെ നടന്നിട്ടില്ല, ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അവൾ വന്നിട്ടില്ല, വന്നാലുടനെ നിന്റെ സന്ദേശം ഞാൻ അവൾക്ക് നൽകാം. സന്ദേശം നൽകിയിട്ടുമില്ല. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക മെയിൻ ക്ലോസിലും സിമ്പിൾ ഫ്യൂച്ചറും സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റുമാണ്. നിന്റെ സന്ദേശം ഞാൻ അവൾക്ക് നൽകാം. ഐ വിൽ ഗീവ് ഹെർ യുവർ മെസ്സേജ്. അവൾ വന്നാലുടനെ, ആസ് സൂൺ ആസ് ഷീ അറൈവ്സ്. ഐ വിൽ ഗീവ് ഹെർ യുവർ മെസ്സേജ് ആസ് സൂൺ ആസ് ഷീ അറൈവ്സ്. ആസ് സൂൺ ആസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ വന്നാലുടനെ എന്ന ഒരു മീനിങ് ഇല്ലേ? അപ്പോൾ ഒരു കാര്യം, ഒരു പ്രവൃത്തി സംഭവിച്ച് അതിൻ്റെ തൊട്ടുപിറകെ അല്ലെങ്കിൽ ഏകദേശം ഒരേ സമയത്ത് തന്നെ മറ്റൊരു പ്രവൃത്തി നടന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ആസ് സൂൺ ആസ്. ഉടനെ തന്നെ, പെട്ടെന്ന്, അതെല്ലാമാണ് അതിനർത്ഥം. വന്നാലുടനെ ഞാൻ ആ സന്ദേശം കൊടുക്കാം. ആ ക്ലോസിൽ ആസ് സൂൺ ആസ് ഷീ അറൈവ്സ് എന്ന ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആസ് സൂൺ ആസ് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. സമയം സൂചിപ്പിക്കുന്ന ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ആസ് സൂൺ ആസ്. ഐ വിൽ ഗീവ് ഹെർ യുവർ മെസ്സേജ് വെൻ ഷീ അറൈവ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൾ വരുമ്പോൾ ഞാൻ നിന്റെ മെസ്സേജ് അവൾക്ക് കൊടുക്കും എന്നാണ് അർത്ഥം. വന്നാലുടനെ എന്ന ഒരു മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. ഇവിടെയും നമ്മൾ ആസ് സൂൺ ആസിന് ശേഷം ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ നമ്മൾ പല ടെൻസസ് ഉപയോഗിക്കാറുണ്ട്. മെയിൻലി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസസ് ആണ്. ഫ്യൂച്ചർ ടെൻസസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം എവിടെ എങ്ങനെ ഉപയോഗിക്കണം അതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പല ഭാഗങ്ങളും നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എല്ലാം ഓർത്തിരിക്കണമെന്നില്ല. ആ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയും യൂസ്ഫുൾ ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. ഇത് നമ്മുടെ ഈ ഗ്രാമർ കോഴ്സിലെ 86th ലെസനാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിലെ എല്ലാ ലെസൺസും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഈ ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.